ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം തള്ള്. അതെ, നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് തന്നെയാണ് ഈ വീഡിയോയിലോട്ട് കയറിയിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പരിണാമത്തെ കുറിച്ചുള്ള വീഡിയോകൾ നിർമ്മിച്ചിരുന്നു. അതിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് യുവൽ നോഹ ഹരാരിയുടെ സാപ്പിയൻസ് എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ നിന്ന് ലഭിച്ച അറിവുകളാണ്. അതിൽ ഒരുപാട് കമന്റുകൾ ലഭിക്കുകയുണ്ടായി. ഈ കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് പ്രചോദനമായത്. ആ കമന്റ് ഇട്ട ആളുകൾ കാണുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമ്മൾ അവരുടെ കമന്റുകൾ ഇങ്ങനെയായിരുന്നു: പരിണാമം പറയുന്നത് ഭൂലോക മണ്ടത്തരമാണ്. അതേപോലെ ഒരാൾ പറഞ്ഞു പരിണാമ കഥ ഒരു വെടിക്കഥയാണെന്ന് വേറൊരാൾ പറഞ്ഞു. കുറെ വിഡിത്തം, ഇതൊക്കെ പലരും പറഞ്ഞു. നീ വേറെ ലെവലിൽ പറഞ്ഞു, പരമപൊട്ടൻ. അങ്ങനെ പലരും പല പല കമന്റുകൾ ഇടുകയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കാമെന്ന് തീരുമാനിച്ചു. കാരണം നമ്മൾ ശാസ്ത്രത്തെ അധിഷ്ഠിതമാക്കിയുള്ള ഒരു ചാനലാണ്. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മൾ ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും നമ്മുടെ സിദ്ധാന്തത്തിന് തെറ്റുണ്ടെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ പുതിയ സിദ്ധാന്തത്തെ ഏറ്റെടുക്കും, അതിന്റെ എവിഡൻസ് നല്ലതാണെങ്കിൽ. അപ്പൊ ഇവരുടെ ഈ സിദ്ധാന്തം ഇവർ പറയുന്നു ഇങ്ങനെയാണ്, ഇതല്ല എന്നുള്ള. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവൊന്നുമില്ല. അപ്പൊ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് അറിയാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്യുകയാണ്. സെർച്ച് ചെയ്തപ്പോൾ ഭാഗ്യവശാൽ എനിക്ക് ലഭിക്കുകയാണ് ഡിസ്കവറി സയൻസിന്റെ ഒരു പോഡ്കാസ്റ്റ്. അതിന്റെ പേരാണ് ID The Future എന്ന് പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആണ്. ഈ പോഡ്കാസ്റ്റ് വേറൊന്നുമല്ല, ഗിവിംഗ് അപ്പ് ഡാർവിൻസ് ബ്രില്യന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ തിയറി. ഡാർവിന്റെ ഈ ഒരു മനോഹരമായ സിദ്ധാന്തത്തെ നമ്മൾ വിടുകയാണ്. അതായത് സത്യത്തിൽ നമുക്കറിയാം, ഡാർവിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഡാർവിൻ പണ്ടുള്ള ഒരാളാണ്. തീർച്ചയായും അന്നത്തെ കാലത്ത് ബയോളജി എന്നല്ല ഒരു ടെക്നോളജിയും അത്ര വളരെ വിപുലമായിട്ടുള്ള ഒരു കാലമല്ല. അന്നത്തെ ബയോളജി എന്ന് പറയുന്നത് നാച്ചുറൽ ഒബ്സർവേഷൻ ആയിരുന്നു. അപ്പോൾ അവരുണ്ടാക്കിയ സിദ്ധാന്തങ്ങൾ നമ്മൾ ഇപ്പോഴും പാലിക്കുമ്പോൾ പല സിദ്ധാന്തങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളതായി നമ്മുടെ പുതിയ ടെക്നോളജിക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇന്നും നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതും പലയിടത്തും പറയുന്നതും പറഞ്ഞു കേൾക്കുന്നതും അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിച്ചു പോരുന്നതുമായ ഒരു സിദ്ധാന്തമാണ് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. വളരെ മഹത്വപൂർണമായിട്ടുള്ള ഒരു സിദ്ധാന്തം തന്നെയാണത്. അപ്പോൾ ഇതിൽ സത്യത്തിൽ ഈ പോഡ്കാസ്റ്റിൽ പറയുന്ന വേറെ ഒന്നുമല്ല, ID The Future. ID എന്ന് പറയുന്ന ഇന്റലിജന്റ് ഡിസൈൻ ആണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഈ പോഡ്കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡിസ്കവറി സയൻസ് ഇട്ട പോഡ്കാസ്റ്റ് ആണ്. അതിൽ ഡേവിഡ് ഗലൻഡർ എന്ന് പറയുന്ന ഒരാളുടെ എസ്സേ ഉണ്ട്. ആ എസ്സേയെ വായിച്ചു പറയുന്ന ഒരു പോഡ്കാസ്റ്റ് ആണിത്. എസ്സേയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഒരു വിഖ്യാതമായ പുസ്തകം, 2013 ഇറങ്ങിയ ഒരു പുസ്തകമാണ്. സ്റ്റീഫൻ സി മേയർ ഇറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേരാണ് ഡാർവിൻസ് ഡൗട്ട് എന്നത്. ഇത് തന്നെയാണ് ഈ വീഡിയോയുടെ നമ്മുടെ പ്രധാന ചർച്ചാ വിഷയം. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന അറിവുകൾ, അദ്ദേഹത്തിന്റെ ആ വീക്ഷണ രീതി ഞാൻ പറയുന്നില്ല അതെനിക്ക് തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്ന് ഞാൻ പറയുന്നില്ല. പലർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കാം. ഒരിക്കലും ഒരു സിദ്ധാന്തവും അന്തിമമല്ല. അപ്പൊ കൂടുതൽ ആൾക്കാരുടെ അവരുടെ ഓരോരോ മനോഭാവങ്ങൾ, അവരുടെ ഓരോരോ ചിന്താഗതികൾ നമ്മൾ പരിശോധിക്കുക. അതിൽ നമുക്ക് കൂടുതൽ അറിവ് ലഭിക്കുക തന്നെയുള്ളൂ. അപ്പോൾ ഈ പുസ്തകം ഏകദേശം ഞാനിത് കണ്ടപ്പോഴേ ആദ്യമേ ആ പുസ്തകം ഞാൻ ഡൗൺലോഡ് ചെയ്യുകയുണ്ടായി. ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഏകദേശം 600 പേജുകളോളമുള്ള പുസ്തകമാണ്. അത് മൊത്തം വായിക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ കുറെയൊക്കെ വായിച്ചു, കുറെയൊക്കെ അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി. പിന്നെ ആ പുസ്തകം എഴുതിയ ആളുടെ ഇന്റർവ്യൂ കാണുകയുണ്ടായി. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ഒരു മോഹം അത് കണ്ടപ്പോൾ ഉണ്ടായി. അപ്പോൾ ഡാർവിൻസ് ഡൗട്ട് എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ സ്റ്റീഫൻ സി മേയർ ആദ്യമേ പറയുന്നു ഒരുപാട് എവിഡൻസുകൾ, അതായത് ഡാർവിനെ അന്നത്തെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ തെളിയിക്കാൻ കഴിയാഞ്ഞ കുറെ കാര്യങ്ങൾ. വാസ്തവത്തിൽ ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വാസ്തവത്തിൽ അതൊരു പൊട്ടിത്തെറിയല്ല, പക്ഷെ അതൊരു കാലഘട്ടമാണ്. ഏകദേശം 530 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് 570 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇടവരെയുള്ള കാലങ്ങൾ. ഈ കാലത്താണ് കൂടുതലും ക്രിയേച്ചറുകൾ ഈ ലോകത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് ആദ്യമേ ചെറിയ ചെറിയ ക്രിയേച്ചറുകൾ ഉണ്ടായി. അതായത് ചെറിയ യൂണിസെല്ലുലാർ ഓർഗാനിസംസ്, ഏകകോശ ജീവികൾ ഉണ്ടായി. അത് പിന്നെ കൂടുതൽ ഇവല്യൂഷൻ ഉണ്ടായി, മ്യൂട്ടേഷൻ ഉണ്ടായി, വലുതായി പല ജീവികളായി. അങ്ങനെ ഒറ്റ ജീവിയിൽ നിന്നാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളൊരു സിദ്ധാന്തമാണ് നമ്മുടെ ഡാർവിന്റെ സിദ്ധാന്തം. പിന്നെ നാച്ചുറൽ സെലക്ഷനായി അങ്ങനെ പല സിദ്ധാന്തങ്ങൾ അതിനെ അടിസ്ഥാനമായി പോകുന്നു. അപ്പോൾ ഈ സിദ്ധാന്തത്തിന് ഘടക വിരുദ്ധമായി നിൽക്കുന്ന കാര്യമാണ് ഈ ക്യാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് പുതിയ പുതിയ ക്രിയേച്ചറുകൾ ജനിക്കപ്പെടുകയാണ്. അതായത് ഭൂമിയിലേക്ക് പുതിയ പുതിയ ക്രിയേച്ചറുകൾ വരുന്നു. അതിന് മുമ്പുള്ള ക്രിയേച്ചറിനേക്കാളും ഒരുപാട് വ്യത്യാസമുള്ള ക്രിയേച്ചറുകൾ. അതായത് അതിന് മുമ്പ് ഏകകോശ ജീവികളായിരുന്നു, ലഘുവായിട്ടുള്ള ജീവികളായിരുന്നു. പെട്ടെന്ന് ഈ ക്യാംബ്രിയൻ നിറ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നാണ് നല്ല ഷെല്ലുകളുള്ള ജീവികൾ, ഇത്തിരിയും കൂടെ കണ്ണുകളും അതേപോലെയുള്ള കാര്യങ്ങൾക്കുള്ള ഇത്തിരിയും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്രിയേച്ചർ ഉണ്ടാവുകയാണ്. ഇത് ഇന്നും റിസർച്ച് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനെക്കുറിച്ചാണ് ഈ ബുക്കിൽ ആദ്യമേ പറയുന്നത്.
അന്ന് ഡാർവിന്റെ കാലത്ത് തന്നെ ഡാർവിൻ ഇത് മനസ്സിലായിരുന്നു. കാരണം ഇതിന് തെളിവ് എന്താന്ന് നിങ്ങൾ ചോദിക്കും. തെളിവ് വേറൊന്നുമല്ല, നമ്മള് ഫോസിൽ റെക്കോർഡ്, അന്നത്തെ കാലത്ത് തന്നെ ഫോസിൽ റെക്കോർഡ് എടുക്കാൻ നേരത്ത് ഈ കാംബ്രിയൻ ഇറ കഴിഞ്ഞുള്ള ഫോസിലുകൾ നമ്മൾ നോക്കാൻ നേരത്ത് അവിടെയുള്ള ക്രിയേച്ചറുകളെല്ലാം ഇത്തിരി കൂടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്രിയേച്ചറുകളുണ്ട്. അതിന് മുമ്പുള്ള ഫോസിലുകൾ ഒരിക്കലും നമുക്ക് ഇത്ര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്രിയേച്ചറിന്റെ ഫോസിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പറയാം അത് ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്തത് കാരണമാവാം. പക്ഷേ അന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള ജീവികൾ, അതായത് യൂണിസെല്ലുലർ ഓർഗാനിസം, അതേപോലെയുള്ള ബാക്ടീരിയ, അതേപോലത്തെ പല ജീവികളുടെയും അതിന് മുമ്പുള്ളതിന്റെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോസിലുകൾ ലഭിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായും വലിയ വലിയ ജീവികൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഇത്രയും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവികൾ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെയും കൂടെ ഫോസിൽ ലഭിക്കേണ്ടതായിരുന്നില്ലേ? അതായത് എന്തുകൊണ്ട് ഇങ്ങനെ ഗ്രാജുവൽ ആയിട്ട്, ഡാർവിന്റെ സിദ്ധാന്ത പ്രകാരം ഇത് ഗ്രാജുവൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഇവിടെ ഗ്രാജുവാലിറ്റിക്ക് എതിരായിട്ട് പെട്ടെന്നാണ് ക്രിയേച്ചറുകൾ ഉണ്ടായി വന്നേക്കുന്നത്. അത് ഒരു സംശയമായിരുന്നു. ഡാർവിനും ഇതേ സംശയം തന്റെ സമയത്തുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് ഡാർവിൻ അന്നത്തെ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഏതോ ഒരു പാലിയന്തോളജിസ്റ്റ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല പാലിയന്തോളജിസ്റ്റ് ആയിരുന്നു. ഇദ്ദേഹം കത്തെഴുതുകയുണ്ടായി. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ് ഇത് തീർച്ചയായും ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ ഒരു പോരായ്മയാണെന്ന്. അങ്ങനെ ഡാർവിന്റെ സിദ്ധാന്തത്തിന്റെ പോരായ്മയായിട്ട് അന്ന് അത് പറയപ്പെട്ടെങ്കിലും എന്നാലും നമ്മൾ ഡാർവിന്റെ സിദ്ധാന്തമാണ് പൂർണ്ണമായി എടുത്തത്. കാരണം ഇതിന് വേറൊരു എക്സ്പ്ലനേഷൻ നൽകാൻ ആരും പ്രാപ്തരായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിലും ആദ്യമേ പറയുന്നത് ഈ കാംബ്രിയൻ ഇറയെ കുറിച്ചാണ്. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഡാർവിൻ വിചാരിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഫോസിലുകൾ ലഭിക്കും, വരുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും അതിന് മുമ്പുള്ള ക്രിയേച്ചറിനെ കുറിച്ച് എന്നുള്ള കാര്യത്തിലായിരുന്നു, എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഡാർവിൻ എഴുതുന്നത്. എന്നാലും ഡാർവിന്റെ മനസ്സിൽ ഇതൊരു വലിയ ശങ്ക തന്നെയായിരുന്നു. ഡാർവിന്റെ സിദ്ധാന്തം അനുകൂലിക്കുന്നവരുടെ ന്യായമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അന്നത്തെ ഓക്സിജൻ ലെവൽ കൂടുതലായിരുന്നു. അങ്ങനെ കുറെ കണ്ടീഷനുകൾ അന്ന് കൂടുതൽ മ്യൂട്ടേഷൻ, അതേപോലെ കൂടുതൽ സസ്തനികൾ ഡെവലപ്പ് ചെയ്യാതുണ്ടാവാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയായിരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഒരു എവിഡൻസ് ഉള്ളത്. എന്നാൽ ഇതും പ്രാപ്തമായിട്ടുള്ള ഒരു എവിഡൻസ് നമുക്ക് ഇന്നേ വരെ അതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ല. കൂടുതൽ റിസർച്ച് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണിത്. എന്നാൽ മോളിക്കുലർ ബയോളജി വന്നപ്പോൾ ഡാർവിന്റെ സിദ്ധാന്തത്തെ അനുകൂലിച്ചുകൊണ്ട് മോളിക്കുലർ ബയോളജി കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയുണ്ടായി. അതിനെ ചേർത്താണ് നമ്മൾ നിയോ ഡാർവിനിസം എന്ന് പറയുന്നത്. ഈ നിയോ ഡാർവിനിസത്തിൽ നമ്മൾ നടത്തിയേക്കുന്ന തെളിവുകൾ വെച്ചാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഐഡിയയെ കുറിച്ച് കൂടുതലായിട്ട് വന്നേക്കുന്നത്. DNA, അതിനെക്കുറിച്ചുള്ള അറിവുകളൊക്കെ പിന്നെയാണ് ലഭിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ മ്യൂട്ടേഷൻ, അതേപോലെയുള്ള ഇത് വെച്ച് ഉള്ള സാധ്യതകൾ, നാച്ചുറൽ സെലക്ഷൻ നടക്കാനുള്ള സാധ്യതകൾ, മ്യൂട്ടേഷൻ ഉണ്ടായി പുതിയ പുതിയ സസ്തനികൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ, അതിനെക്കുറിച്ചൊക്കെ പിന്നെയാണ് വരുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഓതറായിട്ടുള്ള, നമ്മുടെ ലിഖിതാവായിട്ടുള്ള സ്റ്റീഫൻ സി മേയർ പറയുന്നത് വേറൊന്നുമല്ല, ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ചിന്താഗതിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം അദ്ദേഹം കണക്ക് കൂട്ടി തന്നെ കാണിച്ചു തരുന്നു, മ്യൂട്ടേഷൻ എന്ന് പറയുന്ന സാധനം നടക്കാൻ ഒരുപാട് ചാൻസ് കുറവാണ്. DNA എന്ന് പറയുന്ന അമിനോ ആസിഡിന്റെ സ്ട്രക്ചറുകളാണ്. ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളിൽ ഒരുപാട് റാൻഡം ചേഞ്ചസ് ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ റാൻഡം ചേഞ്ചസിൽ നിന്ന് ഒരു ഫലവത്തായിട്ടുള്ള ഒരു പുതിയ DNA ഉണ്ടാവണമെങ്കിൽ അതിന്റെ ചാൻസ് വളരെ ചെറുതാണ്. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇത്രയും ചെറിയ ജീവികളിൽ നിന്ന് ഇങ്ങനെ പല പല ജീവികൾ ഉണ്ടായി മാറിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് വളരെ, ഇത് ഒരു പൊട്ടത്തരമാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ മേയർ പറയുന്നത്. ചെറിയ മ്യൂട്ടേഷനുകൾ ഉണ്ടായെന്നും പറഞ്ഞ് ആ മ്യൂട്ടേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് തന്നെ വളരെ കുറവാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ മോളിക്കുലർ ബയോളജി കണ്ടുപിടിച്ചിട്ടുണ്ട് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്. അവർ സമ്മതിക്കുകയും ചെയ്യുന്നു ഇത് ഒരുപാട് സ്പീഡായിട്ട് നടക്കുന്ന പ്രോസസ് അല്ല, വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതേപോലെ വലിയ മ്യൂട്ടേഷൻ ഉണ്ട്. അങ്ങനെ വലിയ മ്യൂട്ടേഷൻ നടക്കുകയാണെങ്കിൽ ആ ജീവി തന്നെ മരിച്ചു പോവുകയാണ് ഉണ്ടാവുക. അതിന് പുതിയ തലമുറ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല. ചെറിയ മ്യൂട്ടേഷൻ ആണ് ഇത്തരം ജീവികളെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക. അതിനുള്ള സാധ്യത കുറവാണ്. ആയതിനാൽ ഡാർവിന്റെ സിദ്ധാന്തത്തിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യത്തിലൂടെയാണ് സ്റ്റീഫൻ സി മേയർ ഈ പുസ്തകത്തെ വിവരിക്കുന്നത് തന്നെ. അപ്പോൾ ഇതിനുള്ള കാരണം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? മെയിൻ ആയിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന കാംബ്രിയൻ എക്സ്പ്ലോഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടായിരിക്കാം കാംബ്രിയൻ എക്സ്പ്ലോഷൻ ഉണ്ടായത്? അതായത് എങ്ങനെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ക്രിയേച്ചറുകൾ ഇങ്ങനെ പൊട്ടിമുളച്ചു വന്നത്? ഇതിനുള്ള ഒരു ഉത്തരമായിട്ട് നമ്മുടെ സ്റ്റീഫൻ സി മേയർ പറയുന്നത് ആണ് ID. ഞാൻ നേരത്തെ പറഞ്ഞ ID, ഇന്റലിജന്റ് ഡിസൈൻ. അതായത് ഇതിലെല്ലാത്തിനും ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാളുടെ കൈയുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ് പുള്ളി പറയുന്നത്. വാസ്തവത്തിൽ ഈ സിദ്ധാന്തം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാളെ ദൈവത്തെ കൊണ്ടുവരികയാണ്. തീർച്ചയായും ഇയാളെ ദൈവത്തെ കൊണ്ടുവരികയാണ്. ഏതോ ഒരു അത്ഭുത ശക്തി, അങ്ങനെയുള്ള ഏതോ ഒരു ഇത്, അങ്ങനെ ഒരു ഇന്റലിജന്റ് ഡിസൈനറിന്റെ ഇതാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ക്രിയേച്ചറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളൊരു വാദമാണ്. നമുക്കിതൊരിക്കലും, എന്തായാലും തീർച്ചയായും എനിക്കിതൊരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. പക്ഷെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നുണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ്. നമ്മുടെ കമന്റ് ചെയ്ത ആളുകൾ ഇങ്ങനെയല്ല, അവർക്ക് വേറെ സിദ്ധാന്തങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. പല പല സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. പക്ഷെ ID എന്ന് പറയുന്ന സിദ്ധാന്തം ഈ ഇടയ്ക്കായിട്ട് കത്തിക്കയറുന്ന ഒരു സിദ്ധാന്തമാണ്. സയൻസിൽ വീണ്ടും ദൈവം വരുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട്
പല 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 എസ്സേകളും പലതും ഇതിനെക്കുറിച്ച് ഇറങ്ങുന്നു. പക്ഷെ നമ്മുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഒരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയില്ല. കാരണം ഇത് വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന് വസ്തുനിഷ്ഠമായിട്ടുള്ള തെളിവുകൾ നൽകാമെങ്കിൽ മാത്രമേ നമ്മൾ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ. അത്രയും കാലത്തോളം ഡാർവിന്റെ സിദ്ധാന്തം തന്നെയായിരിക്കും നമ്മൾ അനുകൂലിച്ച് നിൽക്കുക. അതിലുണ്ടാവുന്ന നമുക്ക് കൂടുതൽ മോഡിഫിക്കേഷൻസ് അതിനകത്ത് വരുത്താം, കൂടുതൽ ഉണ്ടായ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് അതിന് മോഡിഫിക്കേഷൻ വരുത്താം. എന്നാലും തീർച്ചയായും നമുക്ക് പറയാവുന്ന കാര്യമാണ് ഡാർവിന്റെ സിദ്ധാന്തം 100% ശരിയല്ല. ഡാർവിന്റെ സിദ്ധാന്തത്തിൽ കുറെ തെറ്റുകളുണ്ട്. ഈ നമ്മുടെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് തന്നെ, പരിണാമം എന്ന് പറയുന്നത് തന്നെ, അത് തന്നെ അടിസ്ഥാനപരമായി പരിശോധിക്കുകയാണെങ്കിൽ നടന്നിട്ടില്ലാത്തൊരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ വരെ സംശയം വച്ചു പുലർത്തുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ നടക്കുന്ന ഈ ട്രെൻഡ് എന്ന് പറയുന്നത് എത്തിസ്റ്റുകളും ദൈവവിശ്വാസികളും തമ്മിൽ ഉണ്ടാവുന്ന വളരെ വലിയൊരു ഫൈറ്റ് തന്നെയാണ് ഇത് ഇപ്പൊ പുറത്ത് വിട്ടിരിക്കുന്നത്. നമുക്കറിയത്തില്ല ഇവിടെ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ പുറത്ത് ഇതിനെക്കുറിച്ച് വലിയ ഒരു വിവാദങ്ങൾ തന്നെ നടക്കുന്നു, ഒരുപാട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട്. ദൈവത്തിന്റെ പങ്ക് എന്ന് പറയുന്ന രീതിയിൽ ഒരിക്കലും ഇത്തരം കാര്യങ്ങളിൽ ദൈവം എന്നുള്ള ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ദൈവം എന്നുള്ള വിശ്വാസം നല്ലതാണ് തീർച്ചയായും. പക്ഷേ ദൈവം എന്നത് സത്യത്തിൽ ദൈവത്തിന്റെ നിർവചനം എന്താണ്? എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ നിർവചനം എന്ന് പറയുന്നത് അറിയാൻ പാടില്ലാത്ത ഒരു ബൗണ്ടറി ഉണ്ടാവുമല്ലോ, അതിനപ്പുറത്തേക്ക് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിന് പോകുന്നവരെ നിലയ്ക്കുന്ന സാധനമാണ് ദൈവം. ദൈവം എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറം ദൈവമാണ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉത്തരവായി ഒരു ഫുൾ സ്റ്റോപ്പാണ് ദൈവം. വാസ്തവത്തിൽ അന്വേഷണത്തിനുള്ള ഫുൾ സ്റ്റോപ്പാണ് ദൈവം. അതാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ ഒരു നിർവചനം. എനിക്കറിയില്ല, എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ ഒരു വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല. ഈ പരിണാമം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ പരീക്ഷിക്കുക, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക, കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുക, കൂടുതൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുക, ഒരു നല്ല ശാസ്ത്ര അവബോധമുള്ള ആളായി ജീവിക്കുക. അത്രേ പറയാനുള്ളൂ. താങ്ക് യു.